പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. നമ്മൾ കർത്താവ് യേശുക്രിസ്തു പറയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുന്നില്ല. പ്രൈസലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്ത് നമ്മൾ പലപ്പോഴും വായിച്ച് ധ്യാനിച്ച് നമ്മൾ ആത്മീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്ന അവതരമായത്. പ്രൈസലോ. അപ്പൊ യേശു മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് യേശു പറയുകയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമില്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുകയില്ല. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ 10:9 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അപ്പം വഴിയും വാതിലും എല്ലാം നമ്മുടെ കർത്താവാണ്. സ്തോത്രം. യേശുവിനെ കൂടാതെ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. യേശുക്രിസ്തുവിനെ കൂടാതെ സ്വർഗരാജ്യത്തിന്റെ പടി പോലും കാണാൻ കഴിയത്തില്ല. പ്രൈസലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഭൂമിയിൽ ഒരുപാട് വഴികളുണ്ട്. സകല വഴികളും അധർമ്മം നിറയപ്പെട്ടതാണ്. ഒരു വഴിയെ പോലും യാത്ര ചെയ്താൽ നല്ല വഴി എന്ന് പറയാനില്ല. മദ്യപാനികളെ കൊണ്ടും മയക്കുമരുന്ന് രോഗികളെ കൊണ്ടും അത് ഉപയോഗിക്കുന്നവരെ കൊണ്ടും പാൻപാശാലകൾ കൊണ്ടും നാം തെറിയും ബഹളവും അസഭ്യ വാക്കുകളും അധാർമ്മികതയും ചൂതാട്ടങ്ങളും വ്യഭിചാരവും പരസംഗവും വിഗ്രഹാരാധനയും എന്ന് പറഞ്ഞാൽ കള്ളുഷാപ്പുകളും ബാറുകളും ബീവറേജുകളും ഒക്കെ നിറയപ്പെട്ട് എല്ലാ വഴികളും അധർമ്മമാണ്. ഏതെങ്കിലും ഒരു നല്ല വഴി കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രൈസലോ. അങ്ങനെ ഒരു വഴികളും ഇല്ല. സഭയിലേക്കുള്ള വഴി നോക്കിയ പ്രശ്നം, മതങ്ങളിലേക്കുള്ള വഴികൾ നോക്കിയ പ്രശ്നം, രാഷ്ട്രീയത്തിലേക്കുള്ള വഴി നോക്കിയ പ്രശ്നം, പിന്നെ എവിടെയാണ്? പിന്നെ കുടുംബങ്ങളിലേക്ക് നോക്കിയാലോ അങ്ങോട്ടുള്ള വഴിയിലും എല്ലാം പ്രശ്നങ്ങളാണ്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ വഴികളും ദുർഘടങ്ങൾ കൊണ്ട് ദുർഗന്ധം വമിച്ചു കിടക്കുന്ന ഈ ഭൂമിയിലെ ഹല്ലേലൂയ മനുഷ്യൻ നല്ല വഴി അന്വേഷിച്ച് ഉലകം ചുറ്റി നടക്കുക. നല്ല വഴി ഏതാണെന്ന് അന്വേഷിച്ച് അങ്ങനെ കാലാകാലങ്ങളായി നല്ല വഴി അന്വേഷിച്ച് പഴയ നിയമ പ്രമാണം കൊണ്ട് മാറ്റിവെച്ചിട്ട് പുതിയ നിയമ പ്രമാണം നോക്കിയാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാള് തൊട്ട് ഇന്ന് വരെ ഏകദേശം 2026 വർഷം മനുഷ്യൻ നല്ല വഴികൾ അന്വേഷിച്ചിട്ടും മനുഷ്യൻ നല്ല വഴി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം പാപത്തിന് വഴികളാണ്. സ്തോത്രം. ഞാൻ ഇന്ന് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടൊരു നല്ല വഴിയാണെന്ന് പറയാൻ ഒരു വഴിയില്ല. ഹല്ലേലൂയ. നമ്മുടെ റോഡ് കിടക്കുന്നവരെ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നവരാണ് മനുഷ്യ ജീവിതങ്ങൾ മുഴുവൻ. മനുഷ്യന്റെ ജീവിതം പോലും നല്ല വഴിയിലൂടെ അല്ല ചെയ്യുന്നത്. ഹല്ലേലൂയ. എല്ലാവരും പാപത്തിന്റെ വഴികൾ തിരഞ്ഞെടുത്ത് ഈ ലോകത്തിന്റെ അക്രമത്തിലൂടെ അതിക്രമത്തിലൂടെ സകലരും നരക വഴിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. നരകത്തിലേക്കുള്ള വഴി നോക്കണമെങ്കിൽ നമ്മൾ പാർക്കുന്ന ദേശത്തെ, സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ, ലോകരാജ്യങ്ങളെ നോക്കിയാൽ മതി. നരകത്തിലേക്കുള്ള വഴി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ വഴി നേരത്തെ ഒരുങ്ങിക്കിടക്കുക. അങ്ങോട്ട് പോകുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. എല്ലാവർക്കും 2 കൈയും വീശി പോകാം. എന്നാൽ ദൈവരാജ്യത്തിലേക്കുള്ള വഴി, ഹല്ലേലൂയ, ആമേ, സ്വർഗത്തിലേക്കുള്ള വാതിൽ, ഈ വാതിൽ തുറക്കണമെങ്കിൽ, ഈ വഴി നമുക്ക് അടയാതിരിക്കണമെങ്കിൽ ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ യേശുക്രിസ്തു എന്ന ഏക വഴിയിലൂടെ നമുക്ക് ദൈവരാജ്യത്തിലെല്ലാം പറ്റുള്ളൂ. പ്രൈസലോ. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു മനുഷ്യൻ മരിച്ചാൽ മനുഷ്യന്റെ ആത്മാവ് അവർ സ്വർഗത്തിൽ കാണുമെന്ന്. അങ്ങനെ പഠിപ്പിക്കുന്നവർ പറയട്ടെ, മനുഷ്യൻ മരിച്ചാൽ മനുഷ്യന്റെ ആത്മാവ് സ്വർഗത്തിൽ കാണുമെന്ന് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ആ മനുഷ്യന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നത്? ഈ ഭൂമിയിൽ ആ മനുഷ്യൻ ജീവിച്ചപ്പോൾ ആ മനുഷ്യന്റെ വഴി മുഴുവൻ പാപത്തിന്റെ വഴികളായിരുന്നു. ഹല്ലേലൂയ. ആമേ, ഈ ലോകത്തിന്റെ ജഡികമായ ജീവിതം നയിച്ച് പാപവഴിയുടെ ജീവിച്ചൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ സ്വർഗത്തിൽ ചെല്ലുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന മത നേതാക്കന്മാരോട് ചോദിക്കട്ടെ, സംഘടനയോട് ചോദിക്കട്ടെ, അവരെ നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുന്നത്? ഞാനത് ചോദിക്കാൻ കാരണമുണ്ട്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജനനം തൊട്ട് തിരിച്ചറിവായതുകൊണ്ട് കണ്ടുപിടിക്കുന്നതിന് ഓർക്കുന്നുണ്ട്. 36 വയസ്സ് വരെ അമിത മദ്യപാനിയ. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ മരിച്ചുപോയെങ്കിൽ എൻ്റെ മാതാപിതാക്കളും പറഞ്ഞ അവൻ സ്വർഗത്തിലുണ്ടാകുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ അതൊരിക്കലും ഉണ്ടാകുന്നതല്ല. ഞാൻ ദുർനടപ്പുകാരനായി, അശുദ്ധനായി, അല്ലെങ്കിൽ മദ്യപാനിയായി ജീവിച്ച് മുഖവലിക്കും മയക്കിനും അടിമയായി ജീവിച്ച കാലഘട്ടത്തിൽ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ
ഞാൻ നരകവഴിയിലൂടെ ആ നരകത്തിൽ ചെന്നെത്തിയനെ. എന്നാൽ എന്റെ 36 വയസ്സായപ്പോൾ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി എന്നെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ എന്റെ കഴിഞ്ഞ കാല ജീവിതത്തിന്റെ അസന്മാർഗമായ ദുർനടപ്പും വിട്ട് ഞാൻ ദൈവത്തെങ്കിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ, നീ നരകവഴി വിട്ടു, നീ നരകവാതിൽ വിട്ടു. ഇപ്പം നിനക്ക് വേണ്ടി വാതിൽ ഞാനാ, നിന്റെ വഴി ഞാനാ. ഇനി നീ ഞാനാകുന്ന വഴിയെ നടന്നെങ്കിൽ മാത്രമേ സ്വർഗവാതിൽ നിനക്ക് തുറക്കത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, ഈ ഭൂമി ജീവിക്കുമ്പോൾ സഹോദര, യേശുവാകുന്ന വഴിയിലൂടെ നീ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗവാതിൽ തുറക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് യേശു ഞാൻ തന്നെ വഴിയിൽ സത്യവും ജീവനുമാകുന്നു എന്ന് യോഹന്നാൻ 14 യോഹന്നാൻ 10 ഹല്ലേലൂയ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നതിന് രക്ഷപ്പെടും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ ആരെല്ലാം കർത്താവിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്? ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ വീണെടുക്കുന്ന സഹോദര, അതിരാവിലെ എഴുന്നേറ്റ് കള്ളഷാപ്പിന്റെ പരിക്ക് പോയി വായി നോക്കിയിരിക്കുന്നവരോട് പറയട്ടെ, ഞാൻ ഇരുന്നിട്ടുണ്ട് അവരെ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയുന്നത് പഠിക്കുന്നില്ല. നിങ്ങളൊരു ഈ പാർശ്വ എന്ത് വാക്കാ പറഞ്ഞല്ല, അങ്ങനെയല്ല. ഞാൻ ഒരു കാലഘട്ടത്തിൽ അധികാലത്ത് എഴുന്നേറ്റ് കള്ളുഷാപ്പിന്റെ പണിക്കിലാണ് പോയിരിക്കുന്നത്. അന്ന് ഈ പട്ടച്ചാരയൊക്കെ കിട്ടും, പട്ടച്ചാരയും കിട്ടും. ഒന്നി പട്ടച്ചാരയും കിട്ടുന്നിടത്ത്, അല്ലെങ്കിൽ കള്ളുഷാപ്പിന്റെ അല്ലെങ്കിൽ കഞ്ചാവ് കിട്ടുന്ന ആളിന്റെ, കഞ്ചാവ് തരുന്ന ആളിന്റെ പണിക്കൽ, ഇതുമല്ലെങ്കിൽ വാറ്റി ആരംഭിക്കുന്ന വീടുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റിട്ട് പോലും രാവിലെ അവരുടെ വീട്ടുമുറ്റത്ത് പോയി കാവലിരിക്കും. എന്തിനാ പറയോ? ആമ രാവിലെ മദ്യപിക്കാൻ വേണ്ടി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, സഹോദരങ്ങൾ പറയട്ടെ, അതിരാവിലെ എഴുന്നേറ്റ് നീ ദൈവ വഴി അന്വേഷിക്കാതെ നിന്നെ തകർക്കുന്ന നരക വഴി അന്വേഷിച്ച് നീ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഓർക്കണം, നിനക്കൊരു ദിവസം മരണമുണ്ട്. നിനക്കൊരു ദിവസം മരണമുണ്ട്. മരണാനന്തര ജീവിതം നീ തന്നെ ഈ ഭൂമി ഒരുക്കി നരകത്തിലേക്ക് പോകാതെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ഇവിടെ ജീവിക്കുമ്പോൾ സ്വർഗരാജ്യത്തിലുള്ള വഴി തിരഞ്ഞെടുക്കണം കേട്ടോ. ഹല്ലേലൂയ, സ്വർഗ്ഗം. അപ്പൊ നമുക്ക് സ്വർഗമാണ് ആവശ്യം. ഈ ഭൂമിയിൽ നമ്മൾ ഒരുപാട് കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളുടെ കടന്നു പോയിട്ട് നമ്മൾ ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ യേശു ക്രിസ്തുവാകുന്ന വാതിലൂടെ കടക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, ഇവിടുത്തെ രാഷ്ട്രീയക്കാരാർക്കും നമ്മളെ സ്വർഗത്തിൽ വിടാൻ പറ്റത്തില്ല. രാജ്യങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യ നേതാക്കന്മാർക്കും രാഷ്ട്ര നേതാക്കന്മാർക്കും നമ്മളെ സ്വർഗത്തിൽ വിടാൻ പറ്റത്തില്ല. ഒരു മത നേതാവിനെ നമ്മളെ സ്വർഗത്തിൽ വിടാൻ പറ്റത്തില്ല. ഒരു മതഗ്രന്ഥത്തിനും നമ്മെ സ്വർഗത്തിൽ വിടാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ ഒരുപാട് പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളെല്ലാം മനുഷ്യന്റെ കൈയെഴുത്താണ്, മനുഷ്യൻ എഴുതിയതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് എഴുതപ്പെട്ടു തന്നിരിക്കുന്ന മനുഷ്യന്റെ സ്വന്തം ബുദ്ധിക്ക് ഇച്ഛയ്ക്ക് അനുസരിച്ച് എഴുതാത്തതും ആത്മാവിനാൽ എഴുതി തന്നതുമായിരിക്കും സത്യവേദ പുസ്തകത്തിലൂടെ പറയപ്പെടുന്ന ദൈവിക വഴിയാണ് നമുക്ക് ദൈവരാജ്യത്തിലേക്കുള്ള വഴി. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദുഷ്ടൻ പാപി പരിഹാസി, ദുഷ്ടന്റെ ആലോചനപ്രകാരം നടക്കാതെ, അതായത് നീ ദുഷ്ടന്റെ ആലോചനപ്രകാരം നടക്കരുത്. പാപികളുടെ വഴി നീ ആ വഴി പോയി നിൽക്കരുത്. പരിഹാസികൾ ഇരിപ്പിടം അവിടെ നീ പോകരുത്. നീ കർത്താവിനോട് ചേർന്നിരിക്കണം. 91 സങ്കീർത്തനം വായിക്കണം. അവരെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ വിടിവിക്കാൻ അവന്റെ നാമത്തെ ഞാൻ ഉയർത്തും. അതുകൊണ്ട് ദുഷ്ടനെയും പാപിയും പരിഹാസ്യം വിട്ട് നീ ദൈവത്തോട് പറ്റിയിരിക്കണം. ഹല്ലേലൂയ, രക്തം ചെയ്യും. ഞാനിതൊക്കെ വലിയ അനുഭവത്തിലൂടെ വിളിച്ചു പറയാനാണ്. നിങ്ങൾക്കൊന്നും ചോദ്യം ചെയ്യാൻ കഴിയാത്ത നിലയിൽ ഞാൻ അനുഭവമുള്ളവരാ. ആരുടെയും കോപ്പി അടിച്ചൊന്നും അല്ല പറയുന്നത്. ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എന്റെ നാട്ടിലൊക്കെ അന്വേഷിച്ച് അവരൊക്കെ വിളിച്ചു പറയാം, അവൻ വെറും പാപിയായിരുന്നു പറയും. നല്ലവനാണെന്ന് ഒരു കുഞ്ഞു പോലും പറയത്തില്ല. രക്തം ചെയ്യും. അത്രമാത്രം കൊടിയ ഭാവിയായി ജീവിച്ച എനിക്ക് ആ നരകവാതിൽ മാറ്റിത്തന്ന് സ്വർഗീയ വഴി ഇതാണ്, സ്വർഗത്തിന്റെ വാതിൽ മോനെ ഇതാണെന്ന് പറഞ്ഞു തന്നതിന് അവൻ എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ തന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഉലകത്തിൽ ജീവിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് സന്തോഷവാനായിട്ട് നിൽക്കുന്നത്. എനിക്ക് നിങ്ങളെയൊക്കെ പോലെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടല്ലേരിയ. അതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ കർത്താവേ, എനിക്കിപ്പോൾ 60 വയസ്സായി. നിങ്ങൾ കേൾക്കണം കേട്ടോ, എനിക്കിപ്പോൾ 60 വയസ്സായി. 60 വയസ്സായിട്ട് ഇന്ന് വരെ സ്വന്തമായിട്ടൊരു ഭവനത്തിൽ കിടന്നുറങ്ങിയിട്ടില്ല. കഴിഞ്ഞ കാല ജീവിതത്തിൽ വിശ്വാസത്തിലേക്ക് വരുന്നപ്പോൾ കിടന്നുറങ്ങിയത് ഇതിനൊക്കെ പറഞ്ഞിട്ട് ആമയും വഴിയോരത്തും കടത്തണ്ടെങ്കിലും ശവപ്പറമ്പിലും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനും കോടതിയിലും ജയിലിലും ഒക്കെയാണ് കിടന്നുറങ്ങിയിരുന്നത്. അന്ന് വഴിയോരങ്ങളാണ് കിടന്ന് ഉറങ്ങാൻ കിട്ടിയത്. യേശുവിനെ അറിഞ്ഞിട്ടിപ്പോൾ 26 വർഷമായി. ഇപ്പോഴും വാടക വീടാ കേട്ടോ. വലിയൊരു യശോദം. നമ്മളൊന്ന് ചിന്തിക്കണം. പക്ഷെ അന്ന് നരക വഴിയിലൂടെ ആ വീതിയിലൂടെ നടന്നെങ്കിൽ കർത്താവിന്റെ അതിന് വാടക വീടാണെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്.
അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും കഷ്ടങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. പക്ഷേ നീ യേശുവിന്റെ വഴി വിട്ടു പോകരുത്. ദൈവത്തിന്റെ വഴി വിട്ട് നീ പോയാൽ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ നരകത്തിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലം യുവ തലമുറയോട് പറയട്ടെ, ഈ ലോകത്തിന്റെ പാപസ്വങ്ങൾക്ക് നീ വീണ് നിന്റെ ജീവിതത്തെ ഒടുക്കിക്കളയാതെ, നീയായിട്ട് നിന്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയാതെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ പറയട്ടെ, ചെറുപ്പകാലത്തിലെ നിന്റെ മക്കളിലേക്ക് ഈ മൊബൈലൊക്കെ വാങ്ങിക്കൊടുത്ത് നീയും അവരും ഒന്നിച്ച് ഭവനത്തിന്റെ ദൈവിക വഴി അന്വേഷിക്കാതെ നരക വഴി അന്വേഷിക്കുന്നെങ്കിൽ നീ നിന്റെ കുടുംബം ചെന്ന് ചാടുന്നത് നിത്യമായ നരകത്തിലായിരിക്കും. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിക്കണം. റോമലേഖനം 19 യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയും ദൈവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അത് തോമാച്ചനായാലും മത്രോസായാലും മർക്കോസായാലും ത്രജാമയായാലും സരസമയായാലും അല്ലെങ്കിൽ തങ്കമണയായാലും പൊന്നമ്മ ആരായിരുന്നാലും യേശുവിനെ സന്തോഷിക്കാൻ പിതാവ് സ്വീകരിക്കണം. ഹല്ലേലൂയ. അവിടെ ജാതിയില്ല, മതമില്ല, വർക്കവർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവർക്കും യേശുവിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. അല്ലാതെ സഹോദരൻ നമുക്കൊരിക്കലും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റില്ല. അപ്പൊ അവൻ നീ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കർത്താവ് വായുകൊണ്ട് ഏറ്റുപറയുന്ന നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കാൻ വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കാൻ ഏറ്റുപറയും ചെയ്യണം. അവരിൽ വിശ്വസിക്കും, ലജ്ജിച്ചു പോകുകയില്ലെന്നാണ് റോമലേഖനം 10:9-10 വാക്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കർത്താവിലൂടെ യാത്ര, യേശുവിലൂടെ ആയിരിക്കണം ഒരു ദിവസം നമ്മുടെ യാത്ര. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ മക്കളെ ദൈവിക വഴിയിലൂടെ നടത്തണം. അല്ലേ സഹോദര സഹോദരി, നീ ദൈവിക വഴിയിലൂടെ നടക്കണം. കൂട്ടുകാരുമൊത്ത് നിന്റെ ഇഷ്ടമുള്ള വഴിയിലൂടെ നടന്നിട്ട് നിന്റെ കുടുംബത്തിനകത്ത് നീ ആയിട്ടൊരു നരകമായി മാറിയത്. ചില കുടുംബത്തിലെ നരകം അവിടുത്തെ സഹോദരന്മാരും അവിടുത്തെ കുടുംബനാഥനാണ്. ചില കുടുംബത്തിൽ നരകം നടന്നത് സഹോദരിമാരാ. ചില കുടുംബം നരകം അവിടുത്തെ മക്കളാണ്. അല്ലേ? അങ്ങനെയൊക്കെയാ. ഞങ്ങളുടെ വീട്ടിലെ നരകം ഞാനായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നരകം ഞാൻ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, ബന്ധുക്കളെ അനുസരിക്കുന്നു, നാട്ടുകാരെ നിയമത്തെ അനുസരിക്കത്തില്ല, അയൽവാസികളെ, സമൂഹത്തെ ഒന്നും അനുസരിക്കുക. ഒരു നരകത്തിന്റെ സന്തതിയായിരുന്നു. എന്നാൽ എന്നെ എന്ത് കർത്താവ് വിളിച്ച് വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ മകനാക്കി മാറ്റിയപ്പോൾ, അബ്ബാപിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പകർന്നപ്പോൾ എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ, ഈ ലോകം മുഴുവൻ എഴുതി തരുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ്. നരകത്തെ ഞാൻ വിടിവിച്ചല്ലോ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. അന്ന് യേശു ജനിച്ച സ്ഥലത്തേക്ക് വിദ്വാൻമാരെ നക്ഷത്രം വഴി നടത്തുന്ന യേശു ജനിച്ച സ്ഥലത്തേക്ക്, ഹല്ലേലൂയ, യേശു ജനിച്ചു എന്ന് വിദ്വാൻമാർക്ക് വെളിപ്പാട് കിട്ടി. വിദ്വാൻമാർക്ക് നക്ഷത്രം അടയാളമേ കൊടുത്തു. മത്തായി 2 വായിച്ചേക്കാണ്. അപ്പോൾ നക്ഷത്രം പോകുന്ന വഴി നടന്നങ്ങനെ വിദ്വാൻമാർക്ക് നക്ഷത്രം അടയാളമായി കൊടുത്തിരു. എന്നാൽ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ, അല്ലെ നമ്മെ ദൈവരാജ്യത്തിലേക്ക് വഴി നടത്തുന്നത് അല്ലേ ക്രിസ്തുവാണ്. അല്ലേറിയ എന്ന് പറഞ്ഞ സ്വർഗരാജ്യത്തെ വഴി നടത്തുന്ന ശുഭ്ര നക്ഷത്രമാകുന്ന ക്രിസ്തു തന്നെ വഴി നടത്തുന്നു എന്ന വെളിപ്പാട് 22:19 അല്ലെ 16 വായിക്കാൻ കഴിയുന്നത്. 22:16 വെളിപ്പാട് കേട്ടോ. അല്ലേ? അപ്പം പഴയ നിയമ വിശുദ്ധന്മാരെ കർത്താവ് തന്നെ നല്ല ഇടയനെ പോലെ വഴി നടത്തി. പഴയ നിയമ വിശുദ്ധന്മാരേക്ക് ഇത് കർത്താവ് അവരെ നല്ല ഇടയന്മാരെ പോലെ വഴി നടത്തി. ഹല്ലേലൂയ. ആകയാൽ ദാവീദ് നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് സങ്കീർത്തനം 23:6 പറഞ്ഞു. ദാവീദ് നല്ലൊരു ഇടയനായിരുന്നു, ആടുകളെ മേയ്ക്കുന്നവനായിരുന്നു. താൻ വനത്തിലൂടെ ആടുകളെ മേയ്ക്കുമ്പോഴും കർത്താവിന്റെ വഴിയെക്കുറിച്ച് അവന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെ ഇവനെ പിന്തുടരും. അദ്ദേഹം ദൈവത്തിന്റെ ആലയത്തിലെ നന്മ പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കണമെങ്കിൽ നിങ്ങൾ അവന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി സമർപ്പിക്കും. ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല നീ ജീവിക്കേണ്ടത്. ചില പറയും, എനിക്കെന്റെ ഭാര്യ, എനിക്കെന്റെ മക്കള്, എന്റെ മാതാപിതാക്കള്, എന്റെ സമ്പത്ത് എന്നൊക്കെ. അതൊക്കെ വേണ്ടെന്നല്ല. മാതാപിതാക്കളും വേണം, ഭാര്യയും വേണം, ഭർത്താവും വേണം, മക്കളും എല്ലാം നമുക്ക് വേണം. പക്ഷെ നിനക്ക് യേശു ആയിരിക്കണം നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം. യേശുവില്ലാതെ നീ എന്തെല്ലാം വാരിക്കൂട്ടിയാലും പൊക്കിപ്പടുത്തുയർത്തിയാലും അതെല്ലാം ഒരു ദിവസം കല്ലിന്റെ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന ദിവസമുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഞാൻ ഈ പറയുന്ന ദൈവത്തിന്റെ പകരം എന്റെ ജീവിതാനുഭവങ്ങൾ ഒരുപാട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് യേശു എനിക്ക് തന്ന സ്നേഹത്തെ കുറിച്ചാണ് ഞാൻ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു എന്ന് 119 സങ്കീർത്തനത്തിന്റെ 105 വാക്യം. ദൈവത്തിന്റെ വചനം എന്താണ്? നമ്മുടെ കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം. അപ്പൊ ഈ വചനം നമ്മുടെ കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശമാണെങ്കിൽ നമ്മൾ അശുദ്ധമായ വഴിയുടെ പോകത്തിൽ നിന്ന് പകൽ ക്രൈസ്തവ വിശ്വാസികളെ ചോദിക്കട്ടെ,
ദൈവത്തിന്റെ വചനം നിന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണെങ്കിൽ നീ വിവേചനം വിവരിക്കുവോ? നീ ദുഷ്ടന്റെയും ഭാവിയുടെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ പോയിരിക്കുവോ? നീ നിന്റെ മക്കളും ഭാര്യയുമായ നിന്റെ കുടുംബത്തിൽ ദൈവസനിൽ ഉറച്ചിരിക്കത്തില്ലേ? അപ്പം വചനം നിനക്കില്ല. അതുപോലെ തന്നെ സദൃശവാക്യം വായിക്കുമ്പോൾ നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കുമെന്ന് സദൃശവാക്യം 6:22. അപ്പം വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുമ്പോൾ സദൃശവാക്യം പറയുന്നത് നീ നടക്കുമ്പോൾ അത് ഈ വചനം ഹല്ലേലൂയ നമുക്ക് വഴി കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. അധികാലത്തെ എഴുന്നേറ്റ് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ഏത് വഴിയെ ഞാൻ നടക്കണം, ഏത് വഴിയെ യാത്ര ചെയ്യണം, ഏത് വഴിയെ ഞാൻ പോകണമെന്ന് നീ ദൈവസന്നിധിയിലിരുന്ന് ചോദിക്കണം. കർത്താവേ ഞാൻ പോകേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ആമീൻ. ഞാൻ യാത്ര ചെയ്യുന്ന ഭൂമി, ഞാൻ പോകുന്ന വഴി ഒരുപാട് ദുർഘടനകൾ കൊണ്ട് നിറയപ്പെട്ടതാണ്, അശുദ്ധി കൊണ്ട് നിറയപ്പെട്ട ദുർമാർഗങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. സകല നികഷ്ടന്മാരും അശുദ്ധന്മാരും അധിവസിക്കുന്ന ഇടമൊത്തൂടെ പോകുന്നത് ഘോര മൃഗങ്ങളുള്ളതാണ്. ഹല്ലേലൂയ. കടിച്ചു കീറുന്ന ചെന്നായ്ക്കളുണ്ട്, വന്യമൃഗങ്ങളുണ്ട്. ഹല്ലേലൂയ. പേപ്പട്ടി വിഷം ബാധിച്ചതുപോലൊരു കൂട്ടം നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാത്തിനേക്കാൾ ഉപരിയായി ഭൂമിയിൽ എല്ലാത്തിനും നമ്മൾ ഭയപ്പെടണം. അതിന്റെ നടുവിൽ നീ ചോദിക്കണം, കർത്താവേ ഞാൻ പോകുന്ന വഴി ഏതാണ്? ഞാൻ രാവിലെ എന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഞാൻ വൈകിട്ട് മടങ്ങി എന്റെ ഭവനത്തിലെത്തോളം അങ്ങനെ ജീവിതത്തിൽ വഴിയായിരുന്നു കൊണ്ട് ആ വഴിയെ യാത്ര ചെയ്ത് വീട്ടിലെത്തോളം ദൈവരാജ്യത്തിലേക്ക് കടക്കുന്ന വാതിൽ എനിക്ക് അടയാതെ ആ വാതിലൂടെ തന്നെ കടക്കുവാൻ എന്നെ യോഗ്യനാക്കണമെന്ന് നീ പ്രാർത്ഥിക്കണം കേട്ടോ. രക്തം ചെയ്യും. നമുക്ക് നമ്മുടെ ദൈവമായിട്ടൊരു വലിയ ബന്ധമുണ്ടാകണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. അല്ലെങ്കിൽ എന്തേലും വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാണ് നാം നിന്ന് 2 പത്രോസിന്റെ ലേഖനം 1:19 പറയുക എന്ന് പറഞ്ഞ പ്രവാചക വാക്യം അധികം നമുക്കുണ്ടെന്ന്. ഈ നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തിനാ ഉദയ നക്ഷത്രമായിരിക്കുന്ന കർത്താവ് ഉദിക്കണം. അല്ലെങ്കിൽ ഉദിക്കുകയും ചെയ്യുമ്പോൾ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ. അപ്പൊ ഇരുണ്ട സ്ഥലത്ത് പ്രകാശം വന്നു കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കഴിഞ്ഞാൽ ആ ഇരുളുമാറി പ്രകാശം വരുന്ന പോലെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങൾ ആ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ ആ മാധുര്യം സ്നേഹമൊക്കെ അനുഭവിക്കണം. ഈ ലോകത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ യേശുക്രിസ്തു സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്തിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ല, നിന്റെ ഭാര്യ സ്നേഹിക്കുന്നില്ല. നീ കാമുകന്മാര് ഭയങ്കര പ്രണയിച്ച് ഭയങ്കര സ്നേഹം പ്രകടമാകും. ഹല്ലേലൂയ. കാമുക സ്നേഹം. ഹല്ലേലൂയ. പ്രണയിതാക്കളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പലരും പറയുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ഓർക്കണം, എന്നെ കേൾക്കുന്ന ഇതെല്ലാം താൽക്കാലിക ആവശ്യങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും അവനവന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള സ്നേഹമാണ്. അവനവന്റെ കാര്യം നേടിക്കഴിയുമ്പം വളരെ ഓരോരുത്തരും അവരുടെ വഴിക്ക് വിട്ടുപോകും. നീ വിശ്വസിച്ചവര് നീ ചേർത്ത് പിടിച്ചത് നിന്നെ ചതിക്കത്തില്ല, നിന്നെ വഞ്ചിക്കത്തില്ല, നിന്നെ ചേർത്ത് പിടിക്കും, മരണം വരെ ഒന്നിച്ചുണ്ടാകുമെന്ന് പറഞ്ഞവരൊക്കെ നിന്നെ മരണക്കെണിയിൽ അകത്തിയിട്ട് പോകും, മരണക്കെണിയിൽ അകപ്പെടുത്തിയിട്ട് പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി വഞ്ചിക്കപ്പെടരുത്. യേശു പറഞ്ഞു, ഞാൻ തന്നെ ഈ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമില്ലാതെ ആരും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. അത് യേശു ക്രിസ്തുവാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്ത് ദൈവരാജ്യത്തിൽ ചെല്ലുവാനാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ലോകസുഖത്തെ നീ വെറുക്കണം, ഈ ലോകത്തിന്റെ പാപസുഖത്തെ നീ വെറുക്കണം, ഇവിടെ നിന്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്നതെല്ലാം നീ വെറുക്കണം. അനാവശ്യമായി കൂട്ടുകെട്ടുകൾ വേണ്ടെന്ന് വെക്കണം, അനാവശ്യമായി ബന്ധങ്ങളെ നീ ഒഴിവാക്കണം. ഹല്ലേലൂയ. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നീ കൊടിപിടിച്ച് അവന് വേണ്ടി തമ്മിലടിച്ചതിന്റെ കുടുംബത്തിനകത്ത് അരാജകത്തെ നീ സൃഷ്ടിക്കരുത്. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വർഗീയവാദത്തിനും നീ പോയി നിന്റെ ജീവിതം തകർക്കരുത്. നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ. നീ ദൈവരാജ്യത്തിൽ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ വരവ് നോക്കി ദൈവിക ദൂതന്മാർ സ്വർഗത്തിൽ കാത്തിരിക്കുകയാണ്. കോടാനുകൂടി ദൂതന്മാരും ഗിരുവുകളും സമാപുകളും വിശുദ്ധന്മാരും ഒന്നിച്ചാരാധിക്കുന്ന സ്വർഗത്തിൽ നീ എത്തിച്ചേരണമെന്ന് സ്വർഗം സദാസമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുക, സ്വർഗം ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവ് മാത്രമാകട്ടെ. സാത്താന്റെ പരിപാടി എന്താ? നിന്നെ ആ അശുദ്ധമായ സ്ഥലത്തേക്ക് വിളിച്ചെടുക്കുക. സാത്താൻ എന്ന് പറയുമ്പോൾ അവന് ഈ ലോകത്തിന്റെ ശക്തിയാ. ദൈവം ആത്മാവും ജീവൻ എന്ന് പറയുന്നത് ഈ സാത്താനും അതുപോലൊക്കെ തന്നെയാ.
അവൻ നിന്നെ പാപത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോകും, നാശത്തിലേക്ക് വലിച്ചിടും. അവൻ നിന്നെ കുടുംബത്തിനകത്ത് കലക്കമുണ്ടാക്കും. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കേണ്ട കുടുംബം. 131 സംഗീതത്തെ വായിച്ചിട്ടില്ലേ? ഇത് ആ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരമാകുന്നല്ലേ. പക്ഷെ എത്ര കുടുംബത്തിൽ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നുണ്ട്? കുടുംബത്തിനകത്ത് മുഴുവൻ പ്രശ്നങ്ങളല്ലേ. ആമേൻ. കുടുംബത്തിനകത്ത് മുഴുവൻ പ്രതിസന്ധികളിലെ സമ്പത്തിന്റെ പേരിൽ തർക്കം, മാതാപിതാക്കൾക്ക് വേണ്ടി വില പറയുക, സഹോദരങ്ങൾ തമ്മിൽ വെട്ടിവരിക്കുക, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, പരസ്പരം കലഹമുണ്ടാക്കുക, കുടുംബമെല്ലാം നരകം പോലല്ലേ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഈ ലോകത്തിൽ നമ്മൾ മാതൃകയാക്കരുത്. മാതൃകയാക്കാൻ ഏക മനുഷ്യൻ യേശു ക്രിസ്തുവാകട്ടോ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വഴികാട്ടിയായി ഈ വേദപുസ്തകം നൽകിയിരിക്കുക. കർത്താവ് നമുക്ക് വഴികാട്ടിയായി സത്യവേദപുസ്തകത്തെ നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുകയാണ്. ഏത് വഴിയിലൂടെ യാത്ര ചെയ്യണമെന്നും ഏത് വഴിയെ പോകണമെന്നും നീ ഏത് മാർഗം സ്വീകരിക്കണമെന്നും നീ ഭൂമിയിലായിരിക്കുമ്പോൾ എന്തായിരിക്കണം എന്നുള്ളതെല്ലാം ഈ സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും ഒന്ന് വായിക്കണം കേട്ടോ. അല്ലെങ്കിൽ വ്യക്തം ചെയ്യും. അവൻ എപ്രകാരം പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെ വഴി നടത്തിയെന്നും എപ്രകാരം അവർക്ക് തന്റെ ഹിതം വെളിപ്പെടുത്തിയെന്നും നമുക്ക് വായിച്ച് മനസ്സിലാകത്തക്ക നിലയിൽ ദൈവം തന്റെ വചനത്തെ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോഴേ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയും, കഴുകൻ തന്റെ കൂടരയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ താൻ ചിറകു വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ച് യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടെ അന്യ ദൈവം ഉണ്ടായിരുന്നില്ല എന്ന് ആവർത്തന പുസ്തകം 32:11-12 വാക്കുകൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. നമ്മുടെ ദൈവം നമ്മെ കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ നമ്മെ വഹിക്കുന്നവനാ. അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് ചിന്തിച്ചാട്ട് ആമി മിസ്രൈമിലെ 430 വർഷത്തെ അടിമത്തം എത്രമാത്രം കഠിനമായ ക്രൂരതയിലൂടെ കടന്നുപോയി. അവർ നിലവിളിച്ചു, അവരുടെ കണ്ണുനീര് ദൈവം കണ്ടപ്പോൾ ഹല്ലേലൂയ ദൈവം അവർക്ക് ആശ്വാസമായി മോശയും അഹ്റോനെ അയച്ചു. ഹല്ലേലൂയ. മോശയും അഹ്റോനും മിസ്രൈമിൽ ചെന്ന് ഹല്ലേലൂയ ഫറവോന്റെ മുമ്പിൽ പല ആവർത്തി എന്നെ ആരാധിപ്പൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞിട്ടും ഫറവോന്റെ ഹൃദയം കഠിനമായി. എന്നാൽ നമ്മുടെ ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ. കർത്താവ് ഇസ്രായേലിനെ അവിടുന്ന് വിടിവെക്കുവാൻ കനിവ് തോന്നിയുകൊണ്ട് ആമീൻ കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ മിസ്രൈമിലുണ്ടായിരുന്ന സകല ജനത്തെയും ആമൻ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിന്റെ വഴി അന്വേഷിച്ച് പോകരുത്. പാപത്തിന്റെ വഴിയുടെ നീ യാത്ര ചെയ്യരുത്. ലോകമോഹങ്ങൾക്ക് വേണ്ടി നീ നിന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കരുത്. അന്ധകാരം ഭൂമിയെ ഊരിട്ട് ജാതികളെ മൂടി നിന്റെ പേര് കോവിഡ് തേജസ് വന്നിരിക്കുന്ന എഴുന്നേറ്റ് പ്രകാശിക്കണം കർത്താവിന് വേണ്ടി. നമ്മൾ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുമ്പോൾ സ്വർഗം താൻ സന്തോഷിക്കുകയാണ്. നിങ്ങളുടെ പാപപ്രവൃത്തികൾ വെച്ചുകൊണ്ട് നിങ്ങളെ ഒരിക്കലും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ലെന്ന്. ഒരു പാപിക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. പിന്നെ അതന്റെ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നമ്മൾ മത്തായിയുടെ വിശേഷമൊക്കെ വായിക്കും, പ്രശ്നം വായിക്കുന്നുണ്ട്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. അപ്പം പാപിയുടെ പ്രാർത്ഥന പാതാളത്തിലേക്ക്, ഹല്ലേലൂയ, വിശുദ്ധന്റെ പ്രാർത്ഥന അത് ധൂപവർഗമായി സ്വർഗത്തിലേക്ക് ദൂരമായി കൊണ്ടുപോയി അല്ലെ ദൈവ സാന്നിധ്യം അവിടെ അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, ഈ ലോകം നമുക്ക് അനുയോജ്യമല്ല. ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്, എല്ലാ പ്രതികൂലങ്ങളും ഉണ്ട്. ഇതിന്റെ നടുവിൽ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കണം. നിന്റെ ഹൃദയം നീ ആർക്കു വേണ്ടിയാണ് കൊടുത്തത്? നിന്റെ ഹൃദയത്തിൽ ആരാണ് വസിക്കുന്നത്? ഈ ലോകത്തെ സൃഷ്ടിച്ച ഒറ്റ ദൈവമേ ഉള്ളൂ, പല ദൈവങ്ങളില്ല കേട്ടോ. അതിന്റെ അനേക ദൈവങ്ങൾ കൂടിയല്ല ലോകത്തെ സൃഷ്ടിച്ചത്, ഒറ്റ ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താ? ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. അല്ലാതെ മനുഷ്യന്മാരല്ല, ആദിയിൽ ദൈവങ്ങൾ ആകാശം ഭൂമി സൃഷ്ടിച്ചെന്നില്ല. ദൈവങ്ങളില്ല കേട്ടോ, ദൈവം ഒറ്റ ദൈവം. ഹല്ലേലൂയ. അപ്പൊ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച് ഭൂമിക്ക് വേണ്ടുന്നതെല്ലാം നൽകി മനുഷ്യവാസത്തിന് അനുയോജ്യമായി മനുഷ്യവാസത്തിന് യോഗ്യമാക്കി തീർത്ത ഈ ഭൂമിയിൽ ആമി മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുവാൻ വേണ്ടുന്ന എല്ലാ വൃക്ഷലതാദികളും പഴവൃക്ഷങ്ങളും മറ്റുമെല്ലാം ആമി മനുഷ്യൻ ദൈവം തന്നു. പക്ഷേ മനുഷ്യന്റെ പാപം മുഖാന്തരം ദൈവ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ ആദമിനെ ഔവയും ആമീൻ ദൈവം ഏദൻ പർദീസിലാക്കിയെങ്കിലും ഹല്ലേലൂയ കൗശലക്കാർ
തകർക്കാനായിരിക്കും സാത്താൻ പാമ്പിന്റെ വേഷത്തിൽ ഏദൻ തോട്ടത്തിൽ വന്നിട്ട് ആദമിനെയും ഔവ്വയും ദൈവം വഴിയിൽ നിന്ന് മാറ്റി, ദൈവ വഴിയിൽ നിന്ന് തെറ്റിച്ചു. ഹല്ലേലൂയ. അവരോട് പറഞ്ഞ്, ഈ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന് പഴം നിന്നാൽ നിന്റെ കണ്ണ് തുറക്കുന്ന ഈ ദൈവത്തെ പോലെയാകും. ഈ മന്ദബുദ്ധിയായിരിക്കും സ്ത്രീ എന്നൊക്കെ വേണം പറയാമല്ലേ. ഹല്ലേലൂയ. ഞാൻ എന്റെ ചിന്തയിൽ പറഞ്ഞ കേട്ടോ. ആ സ്ത്രീ അത് കേട്ട് ആ വൃക്ഷഫലം കഴിച്ച് തന്റെ ഭർത്താവിന് കൊണ്ട് കൊടുത്തു. അവർക്കുള്ള വഴി നഷ്ടപ്പെട്ടു. സ്വർഗീയ ഏതൻ തോട്ടം അവർക്ക് നഷ്ടപ്പെട്ടു. സ്വർഗീയ വഴി നഷ്ടപ്പെട്ടു. അവർ തോട്ടത്തിൽ പുറത്തായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, ആദാമ്യ പാപം സകല ജനത്തെയും വഴി തെറ്റി. ഏകന്റെ ലംഘനം മുഖാന്തരം സകല ജനങ്ങളും പാപത്തിൽ വീണു, പാപത്തിൽ മരിച്ചതുപോലെ ഇന്ന് ആദാമിൽ സംഭവിച്ച സകല പാപങ്ങളും ആദാമും ഔവ്വയും വീണ അല്ലെങ്കിൽ ചെന്ന് ചാടിയ പാപത്തിന്റെ വഴി ഇന്ന് സകല ജനത്തെയും തെറ്റിച്ചുകൊണ്ടിരിക്കുക. ആ വഴിയിൽ നിന്നാണ് നീ മടങ്ങി വേണ്ട. ഏകന്റെ ലംഘനം, അതേപോലെ അവസാനത്തെ ഒടുക്കത്തെ ആദായിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലൂടെ നഷ്ടപ്പെട്ടു പോയ വഴിയെ, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയെ, ആ വാതിലിനെ യേശുക്രിസ്തുവിലൂടെ നിനക്ക് തുറന്നു തന്നിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു ആകുന്ന വാതിലൂടെ നീ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ നീ യോഗ്യതയുള്ളവനാണോ? ഹല്ലേലൂയ. സ്തോത്രം. യോഗ്യതാ പരീക്ഷയൊക്കെ നടത്തുന്നുണ്ട് ചില ജോലി സംബന്ധമായിട്ട്. ഇനി എന്ത് ജോലിക്ക് പോയാലും അതിന് പരീക്ഷകളുണ്ടല്ലോ. പരീക്ഷ എഴുതി ജയിച്ചാൽ എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിലെ ദൈവം നമ്മയുടെ ചില പരിശോധനകൾ കടത്തിവിടും. നിന്നെ സ്വർഗരാജ്യത്തിലേക്ക് കടത്തുവന്ന് നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ നീ യോഗ്യതയുള്ളവനാണോ എന്ന് കർത്താവ് നിന്നെ കടത്തിവിടാൻ വഴിയുടെ. പക്ഷെ നിന്റെ യോഗ്യത തെളിയിക്കണം. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് വന്നാൽ ഞാൻ ദൈവരാജ്യത്തിലുണ്ടാകും. അവൻ ഇന്ന് വന്നാൽ വിശുദ്ധന്മാർ ഉയർത്തേക്കും, മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തേക്കും, പിന്നെ ജീവനോടെയാണ് നീ ഇരിക്കുന്നെങ്കിൽ അവനെ എതിരേക്കാൻ നീ മേഘങ്ങൾ എടുക്കപ്പെടുമെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടാകണം. അതിനുവേണ്ടി യേശുവാകുന്ന വഴിയുടെ യാത്ര ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് വചനം, ജീവിതയാത്രയിൽ ഏത് ഭാഗത്തേക്ക് പോകാം, ഏത് തീരുമാനമെടുക്കാം എന്നറിയാതെ നിങ്ങൾ വഴിമുട്ടുന്നവരാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വഴിയെ യാത്ര ചെയ്യണം, ഏത് ഭാഗത്തേക്ക് പോകണം, എന്ത് തീരുമാനമെടുക്കണം എന്നൊക്കെ അറിയാൻ കഴിയാതെ നിങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ സത്യവേദ പുസ്തകം പറയുകയാണെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, ദൈവവചനം വായിക്കുന്നെങ്കിൽ, വചനമാകുന്ന വെളിച്ചത്തിലൂടെ നിന്നെ നേരായ പാതയിലേക്ക് കൊണ്ടുവരും. അതേപോലെ ഈ വചനം നമുക്ക് വഴികാട്ടിയ. അതുകൊണ്ടാണ് ഞാൻ ഈ ദൈവവചനം പറയുന്നത്. ഈ വചനം എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ പണ്ടേ ഞാൻ നരകത്തിൽ നരകയാതന അനുഭവിച്ചേനെ. ഹല്ലേലൂയ. ഈ വചനം എനിക്ക് വഴികാട്ടിയായി വന്നെന്റെ ജീവിതത്തിൽ വെളിച്ചമായി വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, കഴിഞ്ഞകാല ജീവിതത്തിലെ നിന്റെ പാപത്തിന്റെ വഴികളെല്ലാം വിടാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ പാപത്തിന്റെ വഴിവിട്ടു. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ 2 പാക്കറ്റ് ഹല്ലേലൂയ ഈ സിസർ ഫിൽറ്റർ എന്നൊക്കെ പറയുന്ന സാധനം അന്ന് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ദിനേശ് പിടിയും തെറുപ്പും പിടിയും പെണ്ണെന്ത് വിട്ട അതെല്ലാം ചുണ്ടിൽ നിന്ന് മാറ്റാതെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. എല്ലാം മയക്ക് മരുന്നുകളും അന്ന് കിട്ടുന്നതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അറിവില്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആ പാപത്തിന് വഴി വിടണം. ദൈവരാജ്യത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമാണ്. ദൈവരാജ്യത്തിന്റെ വഴി അതിശ്രേഷ്ഠമാണ്. അത് അതിമധുരമാണ്. അത് നമുക്ക് ഉത്തേജനം നൽകുന്നതാണ്, സന്തോഷം തരുന്നതാണ്, സമാധാനം തരുന്നതാണ്, സ്വസ്ഥം നൽകുന്നതാണ്. ദൈവരാജ്യത്തിലൂടെ വഴി, ആ ദൈവരാജ്യത്തിൽ നമ്മൾ യാത്ര ചെയ്താൽ ആ വഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നെങ്കിൽ ഈ ഭൂമി നമ്മൾ നിരാശപ്പെട്ടു പോകണ്ട, കണ്ണുതീർത്തുകണ്ട. ഹല്ലേലൂയ. ഈ യാത്രയുടെ അവസാനം നമ്മൾ നിത്യതയിലുണ്ടായിരിക്കണം. എന്നെ കേൾക്കുന്ന സഹോദരാവേ, എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ഈ യാത്രയുടെ അവസാനം നീ നിത്യമായ സ്വർഗത്തിലുണ്ടായിരിക്കുമോ? ഹല്ലേലൂയ. അതുകൊണ്ട് വചനമാകുന്ന ഈ പച്ച വെളിച്ചത്തിൽ നിങ്ങളെ വഴി നടത്താൻ നിങ്ങൾ തയ്യാറാകണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30-21 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കുമെന്ന് യെശയ്യാപ്രവാചകൻ പറയുക. അത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ശബ്ദം കേൾക്കുള്ളൂ. നിങ്ങൾ ദൈവശബ്ദം കേൾക്കണം. അല്ലെങ്കിൽ ഈ വചനം നിങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ സമയാസമയങ്ങളിൽ വചനം നിങ്ങൾക്ക് വെളിപ്പെടുത്തുള്ളൂ. നമ്മൾ വേദപുസ്തകം ആദ്യം ഇവിടെ നിന്ന് വായിക്കണം. എങ്കിലേ ഈ വേദപുസ്തകത്തിലെ വചനങ്ങൾ നമുക്ക് ഓരോ സമയം വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കുമെന്ന്. ദൈവശബ്ദം കേൾക്കണം.
എന്നെ കേൾക്കുന്ന മാതാവ്, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവശബ്ദം നീ കേൾക്കുന്നുണ്ടോ? ദൈവശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പകലിൽ നീ ദൈവശബ്ദം കേട്ടുകൊണ്ട് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നെങ്കിൽ സഹോദര, എന്നെ കേൾക്കുന്ന മാതാവെ, നീ കടന്നു പോകുന്ന ദുർഘട മേഖലകളെ, നീ കടന്നു പോകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നിനക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ജീവിതം പരാജയപ്പെട്ട അനുഭവമല്ലേ, സങ്കടങ്ങളെ, ദുഃഖങ്ങളിലെ കണ്ണുനീരല്ലേ, വേദന മാത്രമല്ലേ? ഹല്ലേലൂയ. എല്ലാവരും നിന്ദകളും അപമാനങ്ങളും പരിഹാസവും ദൂഷ്യങ്ങളേറ്റ് ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ചിട്ടൊന്നുമില്ലാതെ നിന്റെ നല്ല പ്രായത്തിൽ അധ്വാനിച്ചതൊക്കെ സഹോദരങ്ങളെ തീറ്റിക്കൂറ്റി വളർത്തി കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച അവസാനം നീ വാർത്തകളിലായി കഴിഞ്ഞപ്പോൾ ആരും നിനക്കില്ലാതെ എല്ലാവരും നിന്നെ കൈവിട്ട് ഇന്ന് നിനക്ക് നിന്നെ വിരച്ചുണ്ടെന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഒന്നുകൊണ്ട് മനം കലങ്ങി പോകണ്ട, ഭാരപ്പെട്ടു പോകണ്ട. നിനക്ക് വേണ്ടി കർത്താവ് വഴിയൊരുക്കിയിട്ടുണ്ട്. നീ ഭൂമിയിൽ കഷ്ടം സഹിച്ചിട്ടുണ്ട്, നോമ്പരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുമുഖാന്തരം നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നടുവിൽ നിനക്കൊരു നല്ല വഴി നീ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ കടന്നു പോകുന്ന പാതകൾ, നീ കടന്നുപോയ വഴികൾ ഇത്ര ദുർഘടമായിരുന്നാലും അത് കർത്താവിന് വേണ്ടിയാണ് നീ നിന്നിട്ടുള്ളത്. നീ ലജ്ജിക്കപ്പെട്ടു പോകുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചെല്ലോട് പറയുന്ന ശക്തമായി ദൂത്, നിന്റെ വഴി വളരെ ഇടുക്കവും ഞെരുക്കവുമായിരിക്കും. ഇടുക്കവും ഞെരുക്കവും വഴിയിലൂടെ നീ യാത്ര ചെയ്താൽ നിന്റെ ഹല്ലേലൂയ വിശാലതയിലേക്ക് ദൈവത്തിന് കൊണ്ടുവരാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ സങ്കടപ്പെട്ടിരിക്കുന്ന, മനം കലങ്ങിയിരിക്കുക, വേദനയോടെ വിളിക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കണ്ണുനീര് തുറയ്ക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഉറപ്പുള്ള പട്ടണമാകുന്ന പുതിയ യെരൂശലേമിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നവൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവാണ്. പുതിയ യെരൂശലേമാകുന്ന പുതിയ യെരൂശലേം, പുതിയ ഉറപ്പുള്ള പട്ടണത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് യോഹന്നാൻ സുവിശേഷം 16:13. സത്യത്തിന്റെ ആത്മാവ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കും. സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പുതിയ യെരൂശലേമിലേക്ക് നിങ്ങളെ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സഹായമായിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവിക അനുഭവമാണ്. ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യമാണ് അനുഭവിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം. അയ്യോ, പാപത്തിൽ നിന്ന് എനിക്കൊരു വിടുതലില്ലയോ, പാപത്തിൽ എനിക്കൊരു മോചനമില്ലയോ, ഞാൻ എന്നും ഇങ്ങനെയാണോ കിടക്കുന്നതെന്ന് ഓർത്ത് നീ വിലപിച്ചു പോകരുത്. ഞാനീ പണ്ട് പാപത്തിൽ കിടക്കും എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. കർത്താവ്, ഇത് എനിക്ക് മോചനമില്ല, എനിക്കിതൊരു മാറ്റമില്ല, ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണോ, ഈ കഷ്ടം ഞാൻ എത്ര കാലം സഹിക്കണമെന്ന് ഓർത്ത് ഞാൻ ഒരുപാട് വിലപിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ എന്നെ ദൈവം വിടുവിച്ചു, എന്നെ ദൈവം സ്വതന്ത്രമാക്കി. അതുകൊണ്ട് ഇതവകളെ കേൾക്കുന്ന, അയ്യോ, പാപത്തിൽ നിന്ന് എനിക്കൊരു വിടുതലില്ലയോ എന്ന് കരുതി നീ വിഷമിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വിടുതൽ നൽകും. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അല്ലെങ്കിൽ 2 കൊരിന്ത്യർ 3:17 വായിക്കുന്നുണ്ട്. കർത്താവ് എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവിന് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവാകുന്ന കർത്താവ് നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആത്മാവാകുന്ന കർത്താവ് നിന്നിലുണ്ടെങ്കിൽ, കർത്താവിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇല്ലെങ്കിൽ നീ പാപത്തിന്റെ അടിമത്തത്തിലാണ്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളത് സ്വാതന്ത്ര്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ഈ ലോകത്തിന്റെ പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് അയൽ കുടുംബങ്ങളൊക്കെ പോയി ദേഷ്യം പറഞ്ഞ് കുറ്റവും പറഞ്ഞ് കുറ്റാരമൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ നുണയും പറഞ്ഞ് കുടുംബങ്ങളെ തകർക്കുന്നതിന്റെ ജീവിത യാത്ര മാറ്റിവെയ് സഹോദരി. ഹല്ലേലൂയ. സഹോദര, കടത്തലയിലും വഴിവഴുത്തും പോയിരുന്നു അതും ഇതും പറഞ്ഞ് അവരിവരി കമ്മിറ്റടിക്കുന്നതിന്റെ സ്വഭാവം മാറ്റിവെച്ചതിന് ദൈവത്തിലേക്ക് പോവാ. നീ കർത്താവായ യേശുക്രിസ്തു സ്വതന്ത്രനായി മാറണം. ഹല്ലേലൂയ. അപ്പം പഴയ നിയമത്തിൽ ഇസ്രായേൽ കനാനിലേക്ക് വഴി നടത്തുവാൻ കർത്താവ് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും കൽപ്പിച്ചരളി. എവിടെ പാള ഇറങ്ങണം, എവിടെ ആന്തി ഉറങ്ങണം എന്നതിനെ കുറിച്ചെല്ലാം ദൈവം മേഘസ്തംഭങ്ങളിലൂടെ അവർക്ക് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് കർത്താവ് ഈ കാലഘട്ടത്തിൽ നമ്മൾ എവിടെ ജീവിക്കണം, എവിടെ പാർക്കണം, എവിടെ അന്തി ഉറങ്ങണമെന്ന് ദൈവരാജ്യത്തിലേക്കുള്ള വഴിയെ നമ്മെ നടത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ട് നീ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഭൂമി നീ പരാജയപ്പെട്ടു പോകത്തില്ല. ഇവിടെ നീ കണ്ണുനീർ തൂകേണ്ടി വരത്തില്ല, ഇവിടെ നീ ദുഃഖം അനുഭവിക്കേണ്ടി വരത്തില്ല. നിന്റെ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാകണം കേട്ടോ. ഹല്ലേലൂയ. പാപികളോട് നീ കൂടരുത്. പാപികളുമായിട്ടുള്ള ബന്ധം നിന്റെ ഉണ്ടാകരുത്. അവിശ്വാസികളുമായി ഇണയിരപ്പിനെ കൂടരുത്. അല്ലെങ്കിൽ നീ ദൈവത്തിന്റെ വൈദ്യനാണെന്ന് ഓർമ്മ വേണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്, നീ വീണ്ടും ജനിച്ചവനാണ്, വീണ്ടും ജന്മം പ്രാപിച്ചവളാണ്. ലോകത്തിന്റെ കൂട്ടുകെട്ടോടൊപ്പം ചേർന്നിരിക്കാൻ കഴിയില്ല. എന്നെ ദൈവം അതിനുവേണ്ടി വിധിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പ് നിനക്കുണ്ടാകണം കേട്ടോ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇസ്രായേൽ മേഘസ്തംഭങ്ങളെ ഹല്ലേലൂയ ദർശിച്ചു നടന്ന്, എന്നാൽ നാം ദർശിച്ചുകൊണ്ട് ആ ദർശനമില്ല. ഇസ്രായേൽ മക്കൾ പകൽ മേഘസ്തംഭം രാത്രി ആത്മസ്തംഭം ദർശിച്ചുകൊണ്ട് കനാനിലേക്ക് പ്രവേശിച്ചു.
പറഞ്ഞതുപോലെ നാം കർത്താവായ യേശു ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലൂടെ, ഹല്ലേലൂയ, പരിശുദ്ധമാകുന്ന വെളിച്ചത്തിലൂടെ, ഹല്ലേലൂയ, നാം വഴി നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന് സന്നിധിയിലെത്തുന്നില്ല. യേശു പറഞ്ഞ, ഞാൻ വാതിലാകുന്ന എന്നിലൂടെ കടക്കുന്നവന്റെ രക്ഷപ്പെടും. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ ലോകത്തെ നമുക്ക് വിടാം, പാപത്തെ വിടാം, ഇവിടുത്തെ സുഖങ്ങളെ വിടാം, ഇവിടുത്തെ ഇഷ്ടങ്ങളെ വിടാം, ഇവിടുത്തെ ജഡിക സുഖങ്ങളെല്ലാം വിട്ട് യേശുവിന് വേണ്ടി നിന്റെ ജീവിതം കൊടുക്കുക. നിനക്ക് പണം ഉണ്ടാകാം, പ്രതാപമുണ്ട്, ജോലി ഉണ്ടാകാം, സ്ഥാനമാനം, പൊസിഷനൊക്കെ ഉണ്ടായിരിക്കാം, നിനക്കെല്ലാം നിറഞ്ഞ് ഈ ഭൂമി ഇഷ്ടംപോലെ സമ്പത്തിനുടമയായിരിക്കും, നീ കോടീശ്വരനായിരിക്കാം. പക്ഷെ നീ നിത്യതയിൽ കാണുമ്പോൾ, സ്വർഗരാജ്യത്തിൽ നീ കാണുമ്പോൾ, ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ള വഴി നീ ഭൂമി വെച്ച് തെരഞ്ഞെടുത്തിട്ടുണ്ടോ? നീ മരിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല വഴി തിരയേണ്ടത്. ഇവിടെ ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വഴി തിരയണം. ഇവിടെ ജീവിച്ച് വഴി കണ്ടെത്തണം. കണ്ണുകൾ വെച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തെ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരൂക രാജ്യമുള്ള സകല ജനത്തെ ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിൽ, വാർത്തയിൽ, ജ്ഞാനം, വൃത്തിയുടെ അസന, യാച, റോപ്പണ, ചോളി, തകറയിലായിരിക്കുന്ന സകല ജനത്തെയും കർത്താവ് വഴിയും സത്യം ജീവനുമായിരിക്കുന്ന കർത്താവ് ഐശ്വര്യതയുടെ വാതിലാകുന്ന കർത്താവിയുടെ യാത്രയിൽ ജനം ദൈവരാജ്യം നിത്യത്തിൽ കാണുവാൻ കർത്താവ് ജനത്തെ ഒരുക്കണമേ. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ജനത്തെ, രാജ്യരാഷ്ട്ര തലന്മാർ, മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, തീവ്രവാദികളും ഭീകരവാദി, വർഗീയരും മദ്യത്തിനും ഐക്യ ലഹരിക്കും അടിപ്പെട്ട് കിടക്കുന്ന സകല ജനങ്ങളും കർത്താവ് പാപത്തിന്റെ വഴികൾ വിട്ട് മടങ്ങുമെന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ പരിശുദ്ധമാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്ത് ആമി നിത്യത്തിന്റെ അവകാശത്തിന് ജനത്തെ ഒരുക്കണമേ. സകല ജനത്തിന് ദൈവത്തിന്റെ നീതി കൊടുക്കണം. കേരളത്തിന് ജനത്തിനായി ദൈവമക്കൾ ദൈവദാസന്മാരെ ഓർക്കുന്നു. സകല മകത്ത് ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.